ഇന്ന് ഞങ്ങൾ മേപ്പാടിയിലേക്ക് പോവാണ് കേട്ടോ. അപ്പം ഞാനും ഉണ്ണിക്കുട്ടനും അമ്പാടിയും കൂടിയിട്ട് 2:15-നാണ് ബസ്. അപ്പം നമ്മൾ കോഴിക്കോട് അങ്ങനെ ചാടാണ് കേട്ടോ. ഇന്ന് മേപ്പാടിയിൽ ചെന്ന് ഒരു വൈകുന്നേരം ചേച്ചി വന്നതിന് ശേഷം നമ്മൾ കൽപ്പറ്റ ബൈപ്പാസിലുള്ള എക്കോ ടണൽ എക്സ്പോ കാണാൻ വേണ്ടി പോകാനുള്ളൊരു പ്ലാനിങ് ആണ്. അതുകൊണ്ട് വേഗം പോവാണ്. ചേച്ചി വരുന്നതിന് മുന്നേ നമുക്ക് അവിടേക്ക് എത്തണം. ഉണ്ണിക്കുട്ടത്തെ ഫ്രണ്ടിൽ ഓടുന്നുണ്ട്, ഞാൻ അമ്പാടിയും ബാക്കിലുണ്ട് കേട്ടോ. ഇതൊരു എളുപ്പ വഴിയാന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റേതനുസരിച്ചിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വഴി കൂടെ കിടക്കാൻ. അങ്ങനെ ഞങ്ങൾ മെയിൻ റോട്ടിലേക്ക് എത്തി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബസ് വന്നു, മേപ്പാടിയിലേക്കുള്ള ബസ് വന്ന് അതിൽ കയറി. ഞാൻ ഉണ്ണിക്കുട്ടത്തെ എവിടെ ഇരിക്കുന്ന എൻ്റെ ബാഗൊക്കെ പിടിച്ചിട്ട് അമ്പാടിയുടെ മടിയിലിരിക്കുന്നുണ്ട് കേട്ടോ. മേപ്പാടിയിലെത്തിയിട്ട് ഞങ്ങളവിടെ ഇറങ്ങിയിട്ട് നടക്കണതാണ് കേട്ടോ. നല്ല വെയിലാണ്. കുട്ടായിട്ട് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോവണ്ട, മഴ ഇല്ലെങ്കിൽ നമുക്ക് പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് പോണത്. പക്ഷെ ഇപ്പം നല്ല വെയിലൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഉണ്ണിക്കുട്ടൻ ആദ്യം ഓടാണ് ആറുവിൻ്റെ അടുത്ത് നിവിയുടെ അടുത്തേക്ക് വേണ്ടിയിട്ട്. ഞാനമ്പാടും പിന്നെയും കൂടെ. അപ്പം ഞാൻ പറയുന്നുണ്ട്, അപ്പോൾ അതൊക്കെ ഓർഡറാ, പുലി വരും എന്നൊക്കെ പറയണ്ട, ആര് കേൾക്കാൻ. അങ്ങനെ ഞങ്ങളവിടെ ചെന്നപ്പോൾ പിള്ളേർ ഡ്രസ്സൊന്നും മാറിയിട്ടില്ല കേട്ടോ. 3 മണിയായി ഞങ്ങളവിടെ എത്തുമ്പോൾ. അപ്പോൾ ഉണ്ണിക്കുട്ടത്തെ അവിടെ കളിക്കുന്നുണ്ട്, അമ്പാടീനെ 6 കൈ പിടിച്ചിട്ടുണ്ട്. ഒരു 6 മണി 6:30 ആയപ്പോൾ ചേച്ചി വന്ന് ഞങ്ങൾ ഓരോ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് കൽപ്പറ്റയിലേക്ക് പോവാണ് കേട്ടോ. ഇതാണ് മേപ്പാടി സെൻറ്റർ കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൽപ്പറ്റ ബൈപ്പാസിൻ്റെ അവിടെ എത്തി. ഇത് നല്ല രസമൊക്കെ ഉണ്ട്, ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും. ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഒരു ടിക്കറ്റിന് 100 രൂപയാണ്. വലിയ ആൾക്കാർക്കും കുഞ്ഞു കുട്ടികൾക്കും 100 രൂപ തന്നെയാണ് കേട്ടോ ചാർജ്. ഇത് വയനാട് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു എക്സ്പോ കൂടിയാണ്. പിന്നെ ഞങ്ങൾ അമ്പാടിക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല. കുട്ടേട്ടൻ പറഞ്ഞു ഞങ്ങളോട് ഉള്ളിലേക്ക് കയറിക്കോ, ഞാൻ കുറച്ച് കഴിയുമ്പോൾ വന്നോളാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ഉള്ളിലേക്ക് കയറാണ് കേട്ടോ. കുറേ ഇങ്ങനെ മീനുകളുടെ ഒരു എക്സ്പോ ആണ്. പിന്നെ ഇങ്ങനെ മത്സ്യകന്യകൊക്കെ ഉണ്ട്, അപ്പോൾ അതിനൊക്കെ കാണാമല്ലോ എന്നുള്ളൊരു ഇൻട്രസ്റ്റും പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിള്ളേർ അത് കണ്ടിട്ടാണ് മെയിനായിട്ട് വരുന്നത്. ഉണ്ണിക്കുട്ടനും ആറും ഒരുമിച്ച് നടക്കുന്നുണ്ട്, ദേവാനന്ദും നിവിയും ഒരുമിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി. അമ്പാടി ചാടി തുള്ളിയിട്ടൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഈ പരസ്യ ബോർഡും കാര്യങ്ങളൊക്കെയാണ് അവർ വെച്ചിട്ടുള്ളത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ രണ്ട് വെള്ളത്തിൽ ഇതേപോലെ ഇതങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ മീനൊന്നുമില്ല, മീനിൻ്റെ സെക്ഷൻ വേറെയാണ് കേട്ടോ. അപ്പോൾ മീനിൻ്റെ സെക്ഷൻ വരുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ട്യൂണിട്ട് കാണാം. കാരണം മീനുകളുടെ പേരും കാര്യങ്ങളൊന്നും എനിക്ക് പറയാനറിയില്ല. അപ്പോൾ അതായിരിക്കും നന്നായിരിക്കുക. അപ്പോൾ കാണുന്നവർക്ക് മനസ്സിലാവില്ല ഏതൊക്കെ മീനുകളാണെന്ന്. നമ്മൾ ആദ്യം തന്നെ കിടക്കുമ്പോൾ കുഞ്ഞു മീനുകളുടെ ഒരു സെക്ഷനാണ് കേട്ടോ. ഒരു മായ ലോകമാണ്. ആ ലോകത്ത് കുറേ കളേഴ്സ് ഉണ്ട്. യെല്ലോ, റെഡ്, പിങ്ക്, വൈറ്റ്, അങ്ങനെ ഒരുപാട് കുഞ്ഞു മീനുകളാണ് അതിൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ പുഷ്പമായി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദേടാ അതാ അത് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിള്ളേർ അതൊക്കെ കണ്ട ഒരു അത്ഭുതത്തിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ അമ്പാടി ഇതൊക്കെ കണ്ടിട്ട് കരയാണ് ചെയ്യണത്. അവനെന്തോ മീനുകളെയൊക്കെ കണ്ടപ്പോൾ പേടിയാവാണ് കേട്ടോ ചെയ്തത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് മ്യൂസിക് ഇട്ട് കൊടുക്കാം.
ചെറിയ മീൻ തൊട്ട് വലിയ മീൻ വരെ നമ്മൾ കണ്ടു കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അത് കഴിഞ്ഞ് ഇവിടെ തിക്കും തിരക്കും ബഹളം കണ്ടത് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ മത്സ്യകന്യക അതേ വെള്ളത്തിൽ കിടന്നിട്ട് ആർമാദിക്കുന്നുണ്ട്. കുറച്ച് നേരം മത്സ്യകന്യക താഴത്തേക്ക് വരും, അത് കഴിയുമ്പോൾ വീണ്ടും മേലേക്ക് പോകും കേട്ടോ. അതിന് ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട്. ഒറിജിനൽ പെണ്ണ് തന്നെയാണ്, നല്ല സുന്ദരി പെണ്ണാണ്. അപ്പോൾ അതൊരു പിങ്ക് കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വെള്ളത്തിൽ ഇങ്ങനെ കിടന്നിട്ട് ആറാടുകയാണ്. അതിനനുസരിച്ചിട്ട് ആൾക്കാരെന്ന് ചില്ലിൻ്റെ അവിടെ നിന്നൊന്നും മാറണില്ല, നമുക്കൊന്ന് പോയി കാണാമെന്ന് വെച്ചാൽ നിൽക്കണവരെന്നെ അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കണം കേട്ടോ. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ നമ്മൾ സ്ഥലം ഉണ്ടാക്കി ഒപ്പിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ മത്സ്യകന്യക തലകുത്തി മറിഞ്ഞിട്ടും അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ കാണിച്ചത്. ആൾ നന്നായിട്ട് നീന്തണമൊക്കെ ഉണ്ട്. നല്ല സൂപ്പർ മത്സ്യകന്യക തന്നെയായിരുന്നു കേട്ടോ. ഇതിൽ ആകെ കൂടിയിട്ട് നമുക്ക് ഈ ഒരു മത്സ്യകന്യകേനെ തന്നെയാണ് അതിൽ കാണാൻ കൂടുതലുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് മത്സ്യകന്യകേനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കുട്ടാട്ടം വന്നു. അങ്ങനെ ഞങ്ങൾ ബാക്കിയുള്ള സ്റ്റാളൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ പോവാണ് കേട്ടോ. എക്സിബിഷൻ പോലെ തന്നെ ഒരുപാട് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളടുത്ത് ഓരോന്ന് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളതൊന്നും മൈൻഡ് ചെയ്യണില്ല, കാരണം ഇത് വാങ്ങാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ മത്സ്യകന്യകേനും പിന്നെ നമ്മുടെ കളിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ കയറാനൊക്കെ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ പതുക്കെ ഓരോ സ്റ്റാളും വരത്തും ജസ്റ്റ് നോക്കി ഇങ്ങനെ പോവാണ് കേട്ടോ. കുറേ പുതിയ വെറൈറ്റി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും പിന്നെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് നിന്നില്ല. അപ്പോൾ നമുക്ക് ഇതും കൂടി ഒന്ന് മ്യൂസിക് ഇട്ട് കാണാം. ഈ സ്റ്റാൾ അങ്ങനെ അവസാനിക്കാറായിട്ടോ. കുറേ ബാഗുകളും ചെരുപ്പും പിന്നെ ഇങ്ങനെ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കണ്ടില്ല എന്ന് വെച്ചിട്ട് അങ്ങനെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങിട്ടോ. നമ്മുടെ ലൈറ്റൊക്കെ ഇട്ടിട്ട് കളിക്കുന്ന സാധനങ്ങളൊക്കെ നല്ല ഭംഗിയൊക്കെ ആക്കി അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പതുക്കെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു വൈകുന്നേരമായപ്പോൾ. അപ്പോൾ വലിയ കാര്യമായിട്ട് പെയ്തില്ല, എന്നാലും പക്ഷേ ആകെ ഇങ്ങനെ ചെളിപിളിയായിട്ട് അങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെളി കൂടെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നടന്ന് നമ്മൾ ഇവർ കളിക്കാൻ കയറാൻ വേണ്ടിയിട്ടുള്ള ഇതിലേക്കൊക്കെ അങ്ങനെ പോവാണ്. പിന്നെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ നിന്നൊന്നും കഴിച്ചില്ല, ഭയങ്കര ഒരു ഇരട്ടി പൈസയാണ് പറയണത്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നൊന്നും സാധനങ്ങളൊന്നും മേടിച്ച് കഴിക്കുക അങ്ങനെ ഒന്നും ചെയ്തില്ല. ഇവിടെ ഒരു
കടയുണ്ട് കേട്ടോ. പിന്നെ ഒരു ഇതിൽ കയറിയതെന്ന് പറഞ്ഞാൽ മരണക്കിണർ കാണാൻ വേണ്ടിയിട്ടാണ് കയറിയത്. ഞാൻ പറഞ്ഞതാണ് ഇതിലേക്ക് കയറണ്ടാന്ന്. ഒരാൾക്ക് 100 രൂപ വെച്ചിട്ട്, കുട്ടികൾക്ക് ടിക്കറ്റ് അവർ മേടിച്ചില്ല, അത്ര വലിയവർക്ക് മാത്രം 400 രൂപ. നിങ്ങൾ 4 ആൾക്കാർക്ക് 400 രൂപ മേടിച്ചു. അതാണെന്ന് വെച്ചാൽ ഇത് കാണാനെന്ന് ആരും ഉണ്ടായിരുന്നു ഇല്ല. എൻ്റെ ദൈവം, ഇതിൻ്റെ പുറത്ത് കയറിയപ്പോൾ എല്ലാം ഇങ്ങനെ തുരുമ്പ് പിടിച്ചിട്ടിരിക്കണ പോലെ തോന്നി എനിക്ക് എന്നിട്ട് പേടിയായിട്ട് ഞാൻ അവിടെ ഒരു ഇതുണ്ട് സ്റ്റാൻഡ്, അവിടെ ഇങ്ങനെ മുറുക്കെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ പിടിച്ചിരിക്കണതിൻ്റെ ഇടയിൽ അവരൊക്കെ നിന്നിട്ടാണ് കാണുന്നത്, കുട്ടേട്ടനും ചേച്ചിയൊക്കെ നിന്നിട്ടാണ് കാണുന്നത്, പിള്ളേരും ഞാൻ മാത്രമേ ഇരുന്നിട്ടാണ് വീഡിയോ പിടിക്കണത് കേട്ടോ. സത്യത്തിൽ അതൊരു മരണക്കിണർ തന്നെയാണ്. നല്ല, കാരണം ഭയങ്കര, നമുക്ക് തന്നെ എൻ്റെ മനസ്സൊക്കെ കിടന്നിങ്ങനെ എന്തായിരുന്നു അയാൾ നിന്നിട്ടും ഇരുന്നിട്ടും കൈ വിട്ടിട്ടൊക്കെ വണ്ടി ഓടിക്കണം കണ്ടപ്പോൾ. പിന്നെ കാർ ഓടിക്കണ ആളോ അതെ നിന്നിട്ടൊക്കെ കാർ ഓടിക്കണം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടോ. എനിക്ക് അത് മാത്രമല്ല, നമ്മൾ നിൽക്കണ ഈ ഒരു സാധനം ചിലപ്പോൾ താഴത്തേക്ക് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴോന്ന് വരെ ഞാൻ ആ ഒരു ടൈമിൽ ടെൻഷൻ അടിച്ചു കേട്ടോ. അത്രയൊരു വല്ലാത്തൊരു സിറ്റുവേഷനായിരുന്നു. അതിൽ കയറണ്ടായിരുന്നു എന്ന് വരെ ഞാനങ്ങനെ ചിന്തിച്ചൊരു സംഭവമാണ് മരണക്കിണർ. പറഞ്ഞപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കാണാൻ. പക്ഷേ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവർക്ക് ഇത് നടത്തണേനും നഷ്ടമാണ്. ഞങ്ങൾ 4 പേരും പിന്നെ ഞങ്ങളെല്ലാവരും പിന്നെ ഒരു കുട്ടിയാണ് കയറിയിട്ടുള്ളൂ ഈ ഒരു പെർഫോമൻസ് അവർ ചെയ്യണ സമയത്ത്. പിന്നെ ആരും അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറണമെന്നില്ല. പണ്ടത്തെ ഒരു കലയായതുകൊണ്ടാണോ കയറാത്തതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു റിസ്ക് പിടിച്ചൊരു പരിപാടിയാണ് ഇവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തന്നെ, എനിക്കെന്താ ആ സമയത്ത് ഭയങ്കരമായിട്ടൊരു ടെൻഷനും കാര്യങ്ങളും വന്നു. അതൊന്ന് അവിടെ നിന്നൊന്ന് ഇറങ്ങി വരണ വരെ എനിക്ക് ഭയങ്കര ടെൻഷൻ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കയറിയത് ഈ ഒരു പുഴു പോലത്തെ ഒരു ഇതിലാണ് കേട്ടോ. ഇത് ഞാനും കയറി ഇതിൻ്റെ കൂട്ടത്തിൽ. ഞാൻ കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, സിമ്പിൾ കുട്ടികൾക്കുള്ളതല്ലേ എന്നുള്ളൊരു ഇതിലാണ് കയറിയത്. പക്ഷെ കയറി കഴിഞ്ഞിട്ട് എനിക്ക് എന്തോ ഇങ്ങനത്തെ ഇതിലൊക്കെ കയറുമ്പം നെഞ്ചിങ്ങനെ വല്ലാണ്ട് കിടന്നിട്ട് പെട്ടപ്പെട്ട അടിക്കും. അതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തിരിയുമ്പോഴൊക്കെ നമ്മൾ നെഞ്ചങ്ങോട്ട് ആളും മനസ്സ്. അങ്ങനെ ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ബാക്കിലിരിക്കുന്ന കുട്ടിയൊക്കെ ഇങ്ങനെ നോക്കണമൊക്കെ ഉണ്ട് ഫോണിൻ്റെ ഉള്ളിലേക്ക്. ഇത് അമ്പാടീനെ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. 6 ആണ് കേട്ടോ പിടിച്ചിരിക്കുന്നത് അമ്പാടീനെ. എനിക്ക് പേടിയായിട്ട്, സത്യത്തിൽ പേടിക്കാനുള്ളതൊന്നുമില്ല, പക്ഷെ അതങ്ങനെ ചുറ്റി പോകുമ്പോൾ നമുക്ക് മനസ്സിലൊരു ടെൻഷൻ, അതെന്താണെന്നറിയില്ല. പിന്നെ വഞ്ചി ഉണ്ടായിരുന്നു, മറ്റേ വലിയ ഊഞ്ഞാലില്ലേ ഇങ്ങനെ കറങ്ങി വരുന്നത്, അതുണ്ടായിരുന്നു. അതിലൊന്നും ഞാൻ കയറിയില്ല കേട്ടോ. അതിലൊക്കെ കയറിയെങ്കിൽ ഞാൻ ചത്തുപോയാണ്. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ വലിയ ഇത് ഊഞ്ഞാൽ, അതൊക്കെ ഇങ്ങനെ നോക്കി. പിന്നെ വഞ്ചിയിൽ കയറിയിട്ട് കിടന്ന് കരയാണ് അവിടുത്തെ ആൾക്കാരൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പുറത്തൊരു കട കണ്ടുല്ലോ. ആ കടയിൽ നിന്ന് ഇവർക്ക് അമ്പാടിക്ക് കളിക്കാനൊരു ഫോൺ മേടിച്ചു. അമ്പാടിക്ക് ഫോൺ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. പക്ഷേ ഈ ഫോൺ കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ പരിപ്പ് അമ്പാടി തന്നെ എടുത്തോളും. പിന്നെ നമ്മുടെ ഉണ്ണിക്കുട്ടനും നിവിക്കും മാറൂനൊക്കെ ഓരോന്നിങ്ങനെ നോക്കുന്നുണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ ഭയങ്കര വിലയാണ് പറയണത്. എന്നാലും പിന്നെ അവർക്ക് സന്തോഷമല്ലേ എന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരാൾക്ക് മേടിച്ച ഒരാൾക്ക് വിഷമാവുമല്ലോ. അപ്പോൾ എല്ലാവർക്കും അവിടുന്ന് കുഞ്ഞു ഓരോ സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിലേക്ക് വന്നു. ന്യൂ ഹോട്ടലോ അങ്ങനെ എന്തോ പേരായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കാൻ കേട്ടോ. ഞങ്ങൾ പൊറോട്ടയും ചില്ലി ചിക്കനാണ് പറഞ്ഞത്. അപ്പോൾ അമ്പാടി ഭക്ഷണം കഴിക്കാനുള്ള ഒരു സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. ഉണ്ണിക്കുട്ടത്തെ അവിടെ നിന്ന് തന്നെ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ ഹായ് ഹീ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ അമ്പാടി ഒരുമിച്ചിരുന്നു കേട്ടോ. പിന്നെ കുട്ടാട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്, ചേച്ചി അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ പൊറോട്ട കിട്ടിയപ്പോൾ ഞാൻ അമ്പാടിക്ക് ഇട്ട് കൊടുത്തിട്ട് അത് ഇങ്ങനെ പിച്ച് അവന് ഇട്ട് കൊടുത്തു. പിന്നെ അവന് ഇത്തിരി കറി ഒഴിച്ച് കൊടുത്തു. മധുരമുള്ളൊരു കറി ആയ കാരണം കഴിക്കാനും വലിയ കുഴപ്പമില്ലല്ലോ. പിന്നെ എനിക്ക് ഞാൻ എടുത്തു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി പൊറോട്ടയും നല്ലൊരു ചില്ലി ചിക്കനായിരുന്നു കേട്ടോ. എടുത്ത് പറയണം, നല്ല ടേസ്റ്റായിരുന്നു. ഇനിയിപ്പോൾ വിശപ്പോണ്ട് ഇതാണോന്ന് അറിയില്ല, പക്ഷേ വിശപ്പോണ്ടല്ല, ഇതിന് മുന്നേ ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. നല്ല ചൂട് പൊറോട്ടയാണ് കേട്ടോ. അമ്പാടി ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഫോണിങ്ങനെ കാണിച്ചപ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ ഇതാണ്, ഇങ്ങനെ കൈ കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് സൂപ്പറാന്നുള്ളത് കാണിക്കണം കേട്ടോ അമ്പാടി. ആറൂനത് കണ്ടിട്ട് ചിരിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഓട്ടോറിക്ഷയിലൊക്കെ കയറിയിരുന്നു. അമ്പാടി ഫോണിൽ കളിക്കാൻ. തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ. ഇത് ഞങ്ങൾ വീട്ടിൽ പിറ്റേ ദിവസമല്ല, അതിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അത് ഞങ്ങൾ അവിടെ നിന്ന് അന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയില്ലേ. ഞങ്ങൾ അന്ന് ചേച്ചിയുടെ അവിടെ നിന്നു, പിറ്റേ ദിവസം ചേച്ചിയുടെ അവിടെ നിന്നു. പിറ്റേ ദിവസം തിങ്കളാഴ്ച ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മീനൊക്കെ മേടിക്കുകയാണ്. കുട്ടാട്ടൻ
മീനൊക്കെ മേടിച്ചിട്ട് ഞങ്ങളെ കൊണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ഇതേ കണ്ടോ, കുളിച്ചിട്ടൊന്നുമില്ല, രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ പോരാണ്. ഉണ്ണിക്കുട്ടൻ്റെ അമ്പാടിയൊക്കെ വീട്ടിലിരുന്ന ഡ്രസ്സിൽ തന്നെയാണ് വരുന്നത്, കാരണം കുട്ടാൻ്റെ ഓട്ടോറിക്ഷയിലല്ല വരണതെന്ന് വെച്ചിട്ട്. പിന്നെ പോണ വഴിയിൽ ഞങ്ങൾക്ക് കുട്ടാട്ട അലുവ മേടിച്ചു തന്നു. ഒരു രസമില്ല കേട്ടോ അലുവ, പൊട്ടലുവായിരുന്നു. പിന്നെ ഇതേ നമ്മുടെ പണ്ടത്തെ കേക്കും മേടിച്ചു തന്നു. അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ ഇരുന്നിട്ട് അതൊക്കെ കഴിച്ച് അങ്ങനെ പോവാണ്. ഇനി ഞങ്ങൾക്ക് അമ്പാടിയും ഉണ്ണിക്കുട്ടനൊക്കെ അലുവ തിന്നുന്നത് ഫോൺ കണ്ടപ്പോൾ അമ്പാടി രണ്ടെടുത്ത് പൊക്കി കാണിക്കണു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് വീട്ടിലേക്ക് കയറി, കുട്ടാൻ്റെ വീട്ടിലേക്ക് കയറിയിട്ടോ. അപ്പോൾ ഞാൻ അമ്മയ്ക്കും കൂടി മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കൊടുത്ത് അമ്മേനെ കണ്ടിട്ട് പോകാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ വരാണ്. അപ്പോൾ മഴ നല്ലപോലെ പെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അട്ടി ഉണ്ടാവും, കാരണം നനഞ്ഞ് കിടക്കല്ലേ. അപ്പോൾ കുട്ടാൻ പറഞ്ഞ് സൂക്ഷിച്ച് വന്നോ, അട്ടി ഉണ്ടാവും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. ഞാനെൻ്റെ ചുരിദാറിൻ്റെ പാൻറ്റൊക്കെ കയറ്റി വെച്ചിട്ട് അട്ട കടിക്കാൻ വെച്ചാൽ പെട്ടെന്ന് കാണാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പാറയുടെ അതിൽ കൂടെ അങ്ങനെ ഇറങ്ങി അച്ഛമ്മയുടെ അടുത്തേക്ക് അങ്ങനെ പോയി കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ ആ ഒരു സമയത്ത് ഇത്തിരി വെയിൽ ഉണ്ടായിരുന്നു കേട്ടോ, വെയിലടിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്, ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നി എനിക്ക് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. അച്ഛമ്മ അവിടെ എന്തോ കിടക്കൊക്കെ ആയിരുന്നു, ആൾ ഇത്തിരി നേരം കിടക്കും, പണിയെടുക്കും, അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങളും കുറച്ച് നേരം പായൊക്കെ ഇട്ടിട്ട് അവിടെ കിടന്നു, ഉണ്ണികളൊക്കെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പം അമ്പാടി തന്നെ ചെരുപ്പ് ഇടാണ് കേട്ടോ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട്. അപ്പം അമ്മ എന്തൊക്കെയോ കുട്ടാൻ്റെ അടുത്ത് വർത്താനം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതാ ഉണ്ണിക്കുട്ടൻ പാറയിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അമ്മോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ബാക്കി നമ്മുടെ എല്ലാ പരിപാടികളും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.